ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതും ആദ്യമായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് എൻ്റെ പാണ്ടത്തെടി. ഇവരുമായിട്ടാണ് ഞാൻ രാത്രി കിടക്കാറുള്ളത്. ഇന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് വെച്ചാൽ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോഴത്തേക്കും ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ എന്തിനാണെന്നറിയാവോ? ഉമ്മച്ചിയുടെ കൂടെ പോവാൻ. അപ്പം നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പം നമുക്ക് ആദ്യം കോമ്പ് വെച്ചിട്ട് നമുക്കൊന്ന് മുടി ഒന്ന് ഈരി കൊടുക്കണം. എനിക്കൊരു കോമ്പുണ്ട്. ആ കോമ്പ് കാണുന്നില്ല കേട്ടോ. ആ കോമ്പ് കണ്ട ഉടനെ നമുക്ക് ഇതാക്കാം. അപ്പം കോമ്പ് അപ്പം ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് കാണണ്ടേ? ഇപ്പം കാണിച്ചു തരാം. അപ്പോഴത്തേക്കും ഡ്രസ്സ് കാണണമെങ്കിൽ നിങ്ങൾ ഒറ്റൊരു ഇത് മാത്രം ചെയ്താൽ മതി. എൻ്റെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ഈ ആദ്യത്തെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് എന്നും. അപ്പം ആദ്യത്തെ വീഡിയോയ്ക്ക് എനിക്ക് ലൈക്ക് കിട്ടണം. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും വേണം. പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം, പോസിറ്റീവോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം. നെഗറ്റീവ് അങ്ങനെ ഇടണ്ട, പക്ഷേ പോസിറ്റീവോ നെഗറ്റീവോ എന്തെങ്കിലും ഇടണം. ഒരു പൂവിൻ്റെ പടമെങ്കിലും ഇടണം പ്ലീസ്. പിന്നെ എന്തുവാ, അതെ, എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. പിന്നെ ഇനി തൊട്ട് ഞാൻ ഹാക്കൊക്കെ ചെയ്ത് കാണിച്ചുതരാം. ഓരോ ഹാക്കും അതും ഇതൊക്കെ ചെയ്ത് കാണിച്ചുതരാം. മേക്കപ്പിൻ്റെ ഹാക്കൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ്. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. എൻ്റെ പേര് അമ്മു അജ്മൽ എന്നാണ്. അത് എൻ്റെ ഉമ്മയുടെ പേരാണ് കേട്ടോ, അമ്മൂന്ന്. അപ്പോഴത്തേക്കും വാപ്പിയുടെ പേര് അജ്മൽ, അമ്മു അജ്മൽ എന്നാണ്. അതിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം. എൻ്റെ വീഡിയോസിനെയൊക്കെ ലൈക്ക് ചെയ്യണം. അതിൽ കൂടുതൽ ഞാൻ റീൽസാണ് ഇടുന്നത്. എന്ന് വെച്ചാൽ ശോഭനയുടെയും അതും ഇതും ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ റീൽസാണ് ഇടുന്നത്. അപ്പം എല്ലാവരും എന്നെ ഫോളോ ചെയ്യണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ലൈക്ക് അടിക്കണം, കമൻ്റ് അടിക്കണം, എല്ലാം ചെയ്യണം കേട്ടോ. പിന്നെ ഈ കാണുന്ന വീഡിയോ 5 ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ഗുഡ് ന്യൂസ് ഉണ്ടാവും, ഞാനാ പറയുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ഡ്രസ്സ് കാണാം. യെസ്, ഈ ഒരു ബനിയൻ ആണ്. I like this banian because I like color of this banian. Look at this, light yellow color. I like this banian. Then jeans എന്ന് വെച്ചാൽ നമ്മളുടെ ഷർട്ടാണ്. ബാഗി ജീൻസ് ഞാൻ എടുക്കും. ഇതാണ് എൻ്റെ ജീൻസ്. ദിസ് ഈസ് മൈ ജീൻസ്. ഇത് കുറച്ച് ചെറുതാണെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ടല്ലേ? Want to look? Like this. Okay. Then makeup എന്ന് വെച്ചാൽ എൻ്റെ ഹൃദയത്തെ തൊട്ട് കളിക്കുന്ന ഒരു സാധനമാണ് എൻ്റെ സ്വന്തം മേക്കപ്പ്. എൻ്റെ അംബീഷൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോന്നൊക്കെയായിരുന്നു. പിന്നെ ആവണം ഞാൻ ആയിരിക്കും. ആയിരിക്കും. എനിക്ക് ഒത്തിരി നാളത്തെ ആഗ്രഹമാണ്. അപ്പം ഡ്രസ്സ് ഇടണ്ടേ? ഓ മൈ ഗാഡ്, നമ്മൾ ഡ്രസ്സ് ഒക്കെ മാറി ഫൈനൽ ഡ്രസ് ഇങ്ങനത്തെയാണ്.
ദിസ് ഈസ് മൈ ഡ്രസ്. പിന്നെ ഇനി മേക്കപ്പ് എന്ന് വെച്ചാൽ അത്രയും വലിയ മേക്കപ്പ് ഒന്നും അല്ല. ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു രാത്രി. ഒരു ചൂടെടുക്കുന്ന ഡ്രസ്സ് ഇട്ട് അവിടെ കറങ്ങി നടക്കുമായിരുന്നു. അതാണെങ്കിൽ ആ മുടി വെച്ചിട്ട് കുറേ മേക്കപ്പ് ഇട്ട് വലിയ ഉടുപ്പ് ഇട്ട് AC പോലും ഇല്ലാത്ത സ്ഥലത്താണ് ഞാൻ നിന്നിരുന്നത്. അപ്പോഴാണെങ്കിലാണ് എനിക്ക് യക്ഷി ഇളകിയത്. പിന്നെ അപ്പം തന്നെ വീട്ടിലോട്ട് വന്നു, ഫുഡ് കഴിച്ച് വീട്ടിലോട്ട് വന്നു. പിന്നെ കിടന്ന് ഉറക്കമായിരുന്നു. ഞാൻ പിന്നെ എന്തുവാ കണ്ടേന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അപ്പോഴത്തേക്കും ഇനി നമുക്ക് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഇത് കണ്ടോ, എൻ്റെ തലയിൽ ഒന്നാമത് പേനും അതും ഇത് ഈരൊക്കെ ഉണ്ട്. അപ്പം എത്ര ഇതാക്കിയാലും ഈ പേരും ഇരൊന്നും പോകുന്നില്ല. ഇപ്പം അമൃതമണി മേടിച്ച് നോക്കണം. അത് യൂസ്ഫുൾ ആണെങ്കിൽ പിന്നെ അത് തന്നെ എനിക്ക് വീട്ടിലെപ്പോഴും കണ്ടോ. പിന്നെ എനിക്കിപ്പോൾ ബേബി ഹെയർസൊക്കെ ഷാമ്പു മാറ്റിയപ്പോൾ ബേബി ഹെയർസ് വളർത്തോണ്ട് ഒരു ഷാമ്പു ഉണ്ട് സൺസിൽക്ക് എന്ന് പറഞ്ഞാൽ. ആ ഷാമ്പു യൂസ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ ബേബി ഹെയർസ് ഒന്നും വരാറില്ലായിരുന്നു. കണ്ടോ ബേബി ഹെയർസൊക്കെ നിറയെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഒലീവിൻ്റെ ലോറിയലിൻ്റെ ഒരു ഷാമ്പു ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന. എന്ത് പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത്രയ്ക്കും സൂപ്പർ 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 ഷാമ്പു ആണ്. കണ്ടീഷണറും അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് മേക്കപ്പ് ഇടാം. അതിന് വേണ്ടി നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാം. തലയിട്. അപ്പം നമ്മൾ എല്ലാ സാധനവും എടുത്തിട്ടുണ്ട്. ജോലികൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചൂടെടുത്ത് ചേർത്തിരിക്കുകയാണ്. ഒരു സ്ക്രഞ്ചീസ് എടുക്കുന്നുണ്ട്. ഇങ്ങനെയല്ല ആട്ടം കൂടി കിട്ടുന്നു. ഇപ്പോൾ ജസ്റ്റ് ഇതിന് വേണ്ടി ഒന്ന് ചത്ത് കേട്ടോ. ഈ ചൂട് നമ്മുടെ ആലപ്പുഴയിലും കോട്ടയം, എറണാകുളവും തിരുവനന്തപുരം ഒക്കെ ഭയങ്കര ചൂടാണല്ലേ. AC ഒക്കെ ഇല്ലാത്തവരുടെ വീട്ടിൽ എന്താണാവോ. മുയലുംകുട്ടി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇടുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് സാധനം. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് വായിച്ചു തരാം. ഗാർണിയർ എന്ന് പറഞ്ഞതാണ്. സ്കിൻ നാച്ചുറൽസ് ആണ്. ബ്രൈറ്റ് കംപ്ലീറ്റ് വിറ്റാമിൻ C BB ക്രീമാണ്. ബ്യൂട്ടി ബെഫൻ ക്രീം SPF 24 PA++++ ആണ്. UVA UVB പ്രൊട്ടക്ഷൻ ഫോർ ഓൾ സ്കിൻ ടൈപ്സ്. ഡെർമറ്റോളജി ടെസ്റ്റഡ്. ഗൈസ് ഇതൊരു സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ആൻഡ് BB ക്രീം ആൻഡ് ഫൗണ്ടേഷൻ. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. കാണിച്ചു തരാം. SPF എത്രയാണെന്ന് കാണിച്ചു തരാം. കാണുന്നുണ്ടെന്നറിഞ്ഞൂടാ SPF ++++ ഉണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ മൂക്കാണെങ്കിൽ ഫുൾ പോയി കിടക്കുവാണ്. തൊലിയൊക്കെ പോയി. ഇതുണ്ടോ, ഇവിടുത്തെ തൊലിയുണ്ടോ, ഇത് പറിച്ചെടുക്കാൻ വേണ്ടി പോയല്ലേ. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ എനിക്കിത് ഇവിടെ എന്തോ ഇരിക്കുന്നത് തോന്നുന്നു. അതാണ് ഒരു വൈറ്റ്. ഞാൻ ഈ സാധനം ഇതിനൊന്നും അല്ല കേട്ടോ ഇടുന്നത്. സൺസ്ക്രീമിനും ഒരു കേട്ടോ ഇടുന്നത്. ഇതിൽ സൺസ്ക്രീൻ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പം ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെന്തുവാണെന്നറിയോ? ഗ്ലൂട്ടോട്ടാൻ അടങ്ങിയ സൺസ്ക്രീൻ. നല്ല സൺസ്ക്രീമാണെന്ന് എല്ലാവരും പറയുന്ന കേട്ടിട്ട് ഞാൻ ഓർഡർ ചെയ്ത് കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടി. ഇനി വരുമ്പോൾ ഞാൻ അതിൻ്റെ കാണിക്കാം. ഇങ്ങനെ പറഞ്ഞു ഞാൻ ഫാൻ ഇട്ടാൽ ഇതിലോട്ട് സൗണ്ട് ഇതായിട്ട് എൻ്റെ സൗണ്ട് കേൾക്കത്തില്ല. എനിക്കാണെങ്കിൽ ഒച്ചയിടാൻ തൊണ്ടപോയി കിടക്കുവാണ്. ലുക്ക് ഒരു ബ്രൈറ്റ്നെസ്സും കൂടെ തരുന്നുണ്ട് കേട്ടോ ഈ സൺസ്ക്രീമിൽ. ഇപ്പോൾ ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. മേക്കപ്പ് ബ്ലെൻഡർ എടുക്കാൻ മറന്നുപോയി. ഇപ്പോഴിങ്ങനെ കേട്ടോ എന്തെങ്കിലും സാധനം എടുക്കാൻ മറക്കും. കഷ്ടപ്പെട്ടിപ്പോൾ കൈവച്ച് ഇതാക്കി. പോട്ടെ. ഇനി നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. പൗഡർ ഇല്ലാത്ത കളിയുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് ഞാൻ പണ്ട് ഇട്ട് കൊടുത്തോണ്ടിരുന്നത്.
ഇനി മൂക്കിലോട്ട് ഇതായി മൂക്കി പൗഡർ കയറിയിട്ട് അതിൻ്റെയും കൂടെ മതി. ഇപ്പോൾ ഒരു ഗ്ലോയിങ് കിട്ടിയില്ലേ. ഇപ്പം ഇനി ഐലൈനർ എടുത്തില്ല, ഐലൈനർ എടുത്തിട്ട് വരാവേ. അപ്പോൾ ഗായ്സ് നമ്മൾ ഐലൈനർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് എഴുതാൻ എനിക്ക് പറ്റുമോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഒരു കാര്യം എഴുതിയിട്ട് വരാം, അതാണ് നല്ലത്. അപ്പോൾ ഗായ്സ് നമ്മൾ കണ്ണെഴുതിയിട്ടുണ്ട്. ലൈക്ക് ദിസ് ആണ്. ഞാൻ വാല് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എനിക്ക് ഇങ്ങനത്തെ കണ്ണെഴുതിണ്ടായിരുന്നു കൂടുതൽ. പക്ഷേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എപ്പോൾ വീഡിയോ കണ്ടാലും എനിക്ക് റെനയുടെ കണ്ണെഴുതൽ എനിക്ക് ഓർമ്മ വരും. കാരണം അത്രയ്ക്കൊരു ബ്യൂട്ടിഫുൾ കണ്ണെഴുതാണ്. എനിക്ക് അപ്പോൾ ആലോചിക്കും, ഞാൻ റെനയുടെ അനിയത്തി ആയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും ഭാഗ്യം വന്നേനല്ലോ. കുഴപ്പമില്ല, എനിക്കിപ്പോൾ പഠിച്ച് അങ്ങനെയൊക്കെ എഴുതാൻ. നമുക്ക് കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് എന്ന് വെച്ചാൽ ബ്ലഷ് ടെപ്പിൻ്റെ ഒരു 590 രൂപയുടെ സാധനമാണ് കേട്ടോ. ശരിയില്ല, നമ്മളിങ്ങനെ കുത്തിട്ട് കൊടുത്താൽ മാത്രം മതി. ഓവർ കളറാണ് കേട്ടോ. ഇതിൻ്റെ കളർ എനിക്കാണെങ്കിൽ ഇഷ്ടമല്ലാത്ത കളറാണ്. പേടിച്ചപ്പോൾ കണ്ടില്ല ഞാൻ. ഇത് ഉമ്മച്ചി മേടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ റിട്ടേൺ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെ ഞാനെന്ത് ചെയ്യാൻ, അതുകൊണ്ട് ലൈറ്റ് കളറാണ്, ഡാർക്ക് കളറായതുകൊണ്ട് കുറച്ച് ഇട്ടുള്ളൂ. പിന്നെ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ കോലൊന്നും കാണണ്ട. ലൈക്ക് നമുക്ക് ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഇത്രയും വലുതാണ്. എനിക്കാണെങ്കിൽ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഓക്കെ, നമ്മുടെ ഫേസ് റെഡി. ഇത് നമ്മുടെ ഹെയർ ആണ്. ഇങ്ങനെ കിട്ടണം. പിന്നെ കയ്യിൽ ചൂടെടുക്കുമ്പോൾ വെക്കാൻ വേണ്ടി ഒരു സ്പഞ്ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഒരു ക്ലിപ്പ് കുത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ സാധനങ്ങളൊക്കെ ഒന്ന് അടച്ച് വെക്കട്ടെ. അടങ്ങിയിരിക്കാൻ അറിയാത്ത ഒരു കൊച്ചാണ് ഞാൻ. ഇനി ഈ ഭാഗമൊക്കെ കണ്ടു, ഈ ഭാഗത്തൊക്കെ
കുഞ്ഞു ക്ലിപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ കുത്തി കൊടുക്കുമെങ്കിൽ സ്റ്റൈലാവും. എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു ക്ലിപ്പുണ്ട്, ഞാൻ കുത്തി കൊടുത്തപ്പോൾ കുറച്ചും കൂടെ സ്റ്റൈലായില്ലേ. പുറകെ ഇങ്ങനെ എടുക്കട്ടെ, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഇടാം. ഇനി ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചത് ഇതെല്ലാം എടുത്ത് വെക്കട്ടെ. അപ്പം എടുത്ത് വെച്ചിട്ട്